8ാം ശമ്പള കമ്മീഷൻ ഉടൻ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഇത് ഏകദേശം 50 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 69 ലക്ഷം പെൻഷൻകാർക്കും പ്രയോജനപ്പെടുമെന്ന് ഉറപ്പാണ്. ശമ്പള കമ്മീഷൻ പാനൽ ജീവനക്കാരുടെ സംഘടനയുടെ യോഗം ഫെബ്രുവരി 25-ന് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ലോട്ടറി എന്ന് പറയുന്നത്. ഒരു രക്ഷയുമില്ല. വൻ ശമ്പള പരിഷ്കരണം തന്നെ. അതെ, കേന്ദ്ര സർക്കാർ 8ാം ശമ്പള കമ്മീഷൻ ഉടൻ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ജനുവരി 1 മുതലാണ് 8ാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വന്നത്. ശമ്പള കമ്മീഷൻ കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളം പരിഷ്കരിക്കുന്നത് മാത്രമല്ല, ഇരട്ടിയാക്കുന്നു എന്ന് തന്നെയാണ് ഇതിലെ സന്തോഷകരമായ കാര്യം. ഏകദേശം 50 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 69 ലക്ഷം പെൻഷൻകാർക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് ഉറപ്പാണ്. ഫെബ്രുവരി 25-ന് ശമ്പള കമ്മീഷൻ പാനൽ ജീവനക്കാരുടെ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ അത്രത്തോളം പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. എന്തായാലും 8ാം ശമ്പള കമ്മീഷന് കീഴിലുള്ള ഫിറ്റ്മെന്റ് ഘടകം തന്നെയാണ് ശമ്പള കമ്മീഷനിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഫിറ്റ്മെന്റ് ഘടകം 3.0-ൽ നിന്ന് 3.25 ആയി വർദ്ധിപ്പിക്കുമെന്നും വാർഷിക ഇൻക്രിമെന്റ് 5% ഉയർത്തുമെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട. താഴ്ന്ന ഇടത്തരം ജീവനക്കാർക്ക് വലിയ നേട്ടമാണ് ഇത് സമ്മാനിക്കാൻ പോകുന്നത്. അതായത് 18,000 രൂപ അടിസ്ഥാന ശമ്പളം വാങ്ങുന്ന ആളുകൾക്ക് 3.25 ഫിറ്റ്മെന്റ് ഘടകം കൂടി ചേർത്താൽ അടിസ്ഥാന ശമ്പളം 58,500 രൂപയായി മാറും. മാത്രമല്ല, ലെവൽ 1 മുതൽ ലെവൽ 18 വരെയുള്ള ശമ്പളം എന്തായിരിക്കുമെന്ന് നോക്കിയാൽ ലെവൽ 1 മുതൽ 5 വരെയുള്ള ജീവനക്കാർക്ക് 3.0 ഫിറ്റ്മെന്റ് ഘടകം അനുസരിച്ച് എൻട്രി ലെവൽ 1 ജീവനക്കാരുടെ ശമ്പളം എന്ന് പറയുന്നത് 18,000-ൽ നിന്ന് 54,000 ഉയരാനും സാധ്യതയുണ്ട്. ലെവൽ 2 ജീവനക്കാർക്ക് 19,900-ൽ നിന്ന് 59,700-ലേക്കും ലെവൽ 3 ജീവനക്കാർക്ക് 21,700-ൽ നിന്ന് 65,100-ലേക്കും ലെവൽ 4 ആണെങ്കിൽ 25,500-ൽ നിന്ന് 76,500-ലേക്കും ലെവൽ 5-ൽ 29,200-ൽ നിന്ന് 87,600-ലേക്കും ശമ്പളം ഇരട്ടിയായി വർദ്ധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ലെവൽ 1 മുതൽ 5 വരെയുള്ള ജീവനക്കാരെ ഗ്രൂപ്പ് സിയിൽ ആണ് ഉൾപ്പെടുത്തുന്നത്. ലെവൽ 6 മുതൽ 9 വരെ ഗ്രൂപ്പ് വിയിലാണ് പെടുന്നത്. ഇവർക്ക് ശമ്പളം യഥാക്രമം 35,400-ൽ നിന്ന് 1,90,700-ലേക്കും 44,900-ൽ നിന്ന് 1,36,945-ലേക്കും ഉയരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, 47,600-ൽ നിന്ന് 1,45,180-ലേക്കും 53,100 വാങ്ങുന്ന ആൾക്ക് 1,61,955-ലേക്കും ശമ്പളം ഇരട്ടിയിലധികമായി വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. വരാനിരിക്കുന്ന ശമ്പള കമ്മീഷനായി തയ്യാറെടുക്കുന്ന കരടിന്റെ ഭാഗമായി ഈ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഫെബ്രുവരി 25-ന് ചേരുന്ന യോഗം നിർണായകമാണ്. അതിനാൽ തന്നെ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.